ഗൈസ്, ആഫ്റ്റർ എ ലോങ് ടൈം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്. വേറെ എങ്ങോട്ടല്ല, സ്കോട്ട്ലൻഡിലേക്കാണ്. ഇന്നലെ ഒരു വൈകിട്ട് രാത്രി ഒരു 11:45 ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ ഇതാ ഒരു സർവീസിൽ കയറിയേക്കുവാണ്, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. ഇംഗ്ലണ്ട് കഴിഞ്ഞു, സ്കോട്ട്ലൻഡിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും. ബാക്കിയെല്ലാം വീഡിയോയിൽ കാണാം. അങ്ങനെ ഞങ്ങളൊരു 11:45 യാത്ര തുടങ്ങി. ഞങ്ങൾ ഏകദേശം ഒരു ഇടവഴി കൂടെയൊക്കെയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ യാത്ര ചെയ്തുകൊണ്ട് തന്നെ നല്ലപോലെ മഞ്ഞിറങ്ങുന്നുണ്ടായിരുന്നു. കുറച്ച് ദൂരത്തോളം ട്രാവൽ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ ഒരു രാവിലെ ആയപ്പോഴത്തേക്കും സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ ഒരു 4:30 ആയപ്പോഴത്തേക്കും തന്നെ നേരം വെളുത്തു. ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞങ്ങൾ റെൻറ്റിന് കാർ എടുത്തിട്ടാണ് വന്നത്. കാരണം ഞങ്ങളുടെ കാർ ഡീസലായതുകൊണ്ട് തന്നെ സ്കോട്ട്ലൻഡ് ലോ എമിഷൻ ഏരിയ ആയതുകൊണ്ട് തന്നെ അതവിടെ കയറ്റത്തില്ല. അതുകൊണ്ട് പെട്രോൾ കാർ ഓട്ടോമാറ്റിക് റെൻറ്റിന് എടുത്തിട്ടാണ് ഞങ്ങൾ വന്നത്. രാത്രി യാത്ര തിരിച്ചതുകൊണ്ട് തന്നെ അധികം കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് അറിഞ്ഞത് M4-ൽ എന്തോ റോഡ് വർക്കുകൾ നടക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളൊരു കാട്ടുവഴി കൂടെയാണ് പോയത്, ഒരു ഉൾവഴി കൂടെയാണ് പോയത്. അപ്പോൾ രാത്രിയിൽ പോയപ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ലപോലെ മഞ്ഞിറങ്ങിയിട്ടുള്ള സമയമായിരുന്നു, വണ്ടി ഓടിക്കാൻ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സമ്മർ ആയതുകൊണ്ട് തന്നെ നേരത്തെ നേരം വെളുത്തു. അത് കഴിഞ്ഞിട്ടുള്ള യാത്ര പിന്നെ സ്മൂത്തായിരുന്നു. പോണ വഴിയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം വെയിൽസും ഇംഗ്ലണ്ടും ഒക്കെ കഴിഞ്ഞിട്ട് സ്കോട്ട്ലൻഡിലേക്ക് കയറുമ്പോഴത്തേക്കും ആ ഒരു നേച്ചറിൻ്റെ തന്നെ ബ്യൂട്ടി മൊത്തത്തിൽ മാറുകയാണ്. അപ്പോൾ ഞാനതെല്ലാം ക്യാമറയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാനും വിൻചേട്ടനും പിന്നെ വിൻചേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ടും വൈഫും. അവർ ലണ്ടനിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഏകദേശം ഒരു 3 ദിവസത്തെ ട്രിപ്പാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും സ്കോട്ട്ലൻഡിലെത്തി. ഒരു സ്ഥലത്ത് കൂടെ സർവീസിലും കൂടെ നിർത്തി ചായ കുടിച്ചു. ആ സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞാനതെല്ലാം ക്യാമറയിൽ ഷൂട്ട് ചെയ്തു. ഇനിയിപ്പം ഏകദേശം ഞങ്ങളൊരു 5-6 മണിക്കൂറോളം ട്രാവൽ ചെയ്തു. ഇനി സ്കോട്ട്ലൻഡിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവിടുന്ന് എഡിൻബ്രയാണ് ഞങ്ങൾ പോകുന്നത്. എഡിൻബ്രയിലെത്താൻ ഇച്ചിരിയും കൂടെ ദൂരമുണ്ട്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ സൈൻ ബോർഡുകളൊക്കെ കാണാം, അങ്ങോട്ടേക്ക് എത്താനുള്ള ടൈമിങ്ങുകളൊക്കെ കാണാം. ഇപ്പോൾ പോകുന്ന സ്ഥലം മുഴുവൻ ഏകദേശം ഒരു ചെമ്മരിയാടുകളൊക്കെ നിൽക്കുന്ന പോലത്തെ ഒരു സ്ഥലമാണ്. ഏകദേശം ഫാം ഹൗസ് ആ ഒരു ഏരിയയാണ്. വീണ്ടും ഒരു ടൗൺ ഏരിയ കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് ഉള്ളിലേക്കുള്ള സ്ഥലത്തേക്ക് പോയി. അവിടെയും ഇതുപോലെ ഫാം ഹൗസുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇനി കുറേ ദൂരം എടുക്കും നമ്മൾ ഇതിന് ശേഷം ഒരു ടൗൺഷിപ്പിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോമാറ്റിക് വണ്ടി എടുത്തുകൊണ്ട് തന്നെ യാത്ര വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ രണ്ടുപേരും മാറി മാറി ഓടിക്കാനുണ്ടായിരുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മളെങ്ങോട്ടാ പോകുന്നേ? നമ്മളെങ്ങോട്ടാ പോകുന്നേ? 3 പ്രാവശ്യം ചോദിക്കും. നമ്മളെങ്ങോട്ടാ പോകുന്നേ? 3 പ്രാവശ്യം ആയി. പിന്നെന്താ ഈ പിന്നെന്താ ഭക്തിഗാനം ഇട്ടേക്കുന്നേ? അങ്ങനെ പോണ വഴി മുഴുവൻ ഫൺ ഫിൽഡ് മൊമെൻറ്റ്സ് ആയിരുന്നു. ഞങ്ങളിപ്പോൾ ഏകദേശം സ്കോട്ട്ലൻഡ് അല്ല, എഡിൻബ്രയിലേക്ക് എത്താറായി. പോണ സമയത്തൊക്കെ ഇവരുടെ പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ, സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. പിന്നെ അധിക നേരമൊന്നും അങ്ങനെ ഉറങ്ങിയില്ല. ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് വർത്തമാനം പറഞ്ഞൊക്കെയാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഇനി ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ എഡിൻബ്ര എത്തും. ഇന്നിനിപ്പം 3 മണിക്ക് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം റൂമിൽ. പക്ഷെ ഞങ്ങൾ കുറച്ച് അവിടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് രാത്രി പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ നാളെ ബാക്കി സ്ഥലങ്ങളൊക്കെ കാണും. അപ്പോൾ ഏകദേശം നമ്മൾ എത്താറായി. അപ്പം ഞങ്ങൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചു. ഇനി അവിടെ ചെന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അങ്ങനെ അത്രയും നേരത്തെ ആ ഒരു എന്താണ് യാത്ര കഴിഞ്ഞു. ഇപ്പോഴാണ് ഒരു ടൗൺ ഏരിയയിലേക്ക് വീടുകളൊക്കെ കണ്ടു തുടങ്ങിയത്. അപ്പോൾ നമ്മളെത്തി. ഇനി നമ്മൾ സ്ഥലം കണ്ടുപിടിക്കണം. ആദ്യം ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇല്യൂഷൻ്റെ ഒരു സ്ഥലമുണ്ട്. അതൊരു മസ്റ്റ് വാച്ചാണെന്നാണ് ഞങ്ങളോട് എല്ലാവരും പോയവരെല്ലാവരും പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സ്ഥലത്തെത്തി.
എഡിൻബ്രയിലെ സ്ട്രീറ്റിൽ കൂടെ നടന്ന് നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത്. എനിക്കിത് കണ്ടപ്പോൾ നമ്മുടെ സഞ്ചാരത്തിൻ്റെ ടൈറ്റിൽ മ്യൂസിക് പോലെയാണ് തോന്നിയത്. ഇത് സ്കോട്ടിഷുകാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ആണ്. പല സ്ഥലങ്ങളിലും ഇവർ നിന്ന് വായിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവരുടെ തനതായ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവരിത് വായിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ കണ്ട് സ്ട്രീറ്റിൽ കൂടെ നടന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ സ്ട്രീറ്റിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് വന്നത്. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്, അതുപോലെ തന്നെ നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നടക്കാനേ പറ്റുള്ളൂ. പക്ഷേ അത്യാവശ്യം നടക്കാനുള്ളതേ ഉള്ളൂ. കാരണം ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. റോയൽ മൈൽ, ഗ്രീൻ മാർക്കറ്റ്, അതുപോലെ തന്നെ ഒരുപാട് ആർട്ട് ഗാലറീസ്, മ്യൂസിയംസ്, പിന്നെ വളരെ ഫേമസ് ആയ സെൻറ്റ് ഗൈൽസ് ചർച്ചൊക്കെ ഈ സ്ട്രീറ്റിലാണുള്ളത്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഇല്യൂഷൻ്റെ സ്ഥലത്തേക്ക് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഈ സ്ട്രീറ്റിൽ കൂടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഷോപ്പിങ്ങിനൊക്കെ ആണെങ്കിലും നമുക്ക് പോകാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മിക്കി മൗസിനെ കണ്ടു. മിക്കി മൗസിൻ്റെ കൂടെ ഞങ്ങൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. പിന്നെ നമുക്ക് ഇവിടെ വന്നാൽ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്, ഒരുപാട് വിസ്കി ഷോപ്പുകളുണ്ട്. സ്കോട്ട്ലൻഡിൽ വന്നിട്ട് വിസ്കി ട്രൈ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ഞങ്ങളും ജസ്റ്റ് കയറി. അപ്പം നമുക്ക് ഇവർ ചെറിയ സാഷ ബോട്ടിൽസിൽ നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് തരും. പിന്നെ ഇവിടുത്തെ ഒരു ആക്ടിവിറ്റി തന്നെയാണ് വിസ്കി ടൂർ എക്സ്പീരിയൻസ് ആൻഡ് ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അതിന് നമ്മൾ നാളെ പോകുന്നുള്ളൂ. ഞങ്ങൾ ജസ്റ്റ് ഈ ഷോപ്പിലൊക്കെ കയറി. അപ്പോൾ ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിസ്കികൾ, അതുപോലെ തന്നെ ഒരുപാട് ഡെക്കോർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഈ ഷോപ്പിലുണ്ടായിരുന്നു. ഇതുപോലെ ചെറിയ ചെറിയ മിനിയേച്ചർ ബോട്ടിലുകളിൽ വിസ്കി വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഇത് കാണാനൊക്കെ നല്ല ക്യൂട്ടാണ്, നല്ല ഭംഗിയാണ്. പക്ഷേ ഇത് ഇവിടെ തന്നെ മേക്ക് ചെയ്യുന്നതായതുകൊണ്ടും ഒരുപാട് ഇയേഴ്സ് പഴക്കമുള്ളതും ആയതുകൊണ്ടും നല്ല റേറ്റാണ് വരുന്നത്. വീഡിയോ പക്ഷേ കുഞ്ഞായിട്ട് തോന്നുന്നില്ല. ചിലപ്പോൾ കൈ പിടിക്കാൻ മനസ്സിലാവും. കണ്ടോ, വെക്കാടിയൊക്കെ കൈ പിടിക്കാനുള്ളത്. ഒരു സാധനം വേണം വണ്ടിയുടെ വണ്ടി വെക്കാൻ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കാണുന്ന കടകളെല്ലാം കയറി. പക്ഷെ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് നല്ല റേറ്റാണ് സാധനങ്ങൾക്കൊക്കെ. അങ്ങനെ കുറേ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇതുപോലെ എഡിൻബ്രയുടെ സിമ്പലുകളുള്ള, അല്ലെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഷോട്ട് ഗ്ലാസ്സുകൾ, ഇതുപോലെ ഗ്ലോബുകൾ. പിന്നെ ഞാൻ മെയിനായിട്ട് നോക്കി നടന്നൊരു കാര്യം, ഞാൻ എവിടെ പോയാലും മേടിക്കുന്ന ഒരു സാധനമാണ് ഫ്രിഡ്ജ് മാഗ്നറ്റ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലണ്ടനിൽ പോയപ്പോഴും മേടിച്ചിരുന്നു. നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതാണല്ലോ ഈ പറയുന്ന മാഗ്നറ്റ്സ്. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ നല്ല വൂളൻ ഷോളുകൾ കിട്ടും ഇവിടെ, നല്ല ഒറിജിനലായിട്ടുള്ളത്. പക്ഷേ അതൊക്കെയാണെങ്കിലും നല്ല റേറ്റ് ഉണ്ട് ഇവിടെ. പിന്നെ ഞങ്ങളിപ്പോൾ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് സെലക്ട് ചെയ്തു. സ്കോട്ട്ലൻഡ് എഡിൻബ്ര എന്ന് എഴുതിയേക്കുന്ന ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനത് മേടിച്ചു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെ നടന്നെല്ലാം കാണുകയാണ് ചെയ്തത്. ഇതൊക്കെ നല്ല ഒറിജിനൽ ക്വാളിറ്റിയുള്ള വൂളൻ ഷോളുകളാണ്. പിന്നെ ഞങ്ങൾ വീണ്ടും ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വീണ്ടും നടന്നു. ഇനി നമുക്ക് കുറച്ചൊരു ദൂരം കൂടെ ഉണ്ട് ഇല്യൂഷൻ്റെ സ്ഥലത്തേക്ക് പോകാനായിട്ട്. പക്ഷേ അതിന് മുന്നേ കാണാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടു. ഇനി സെൻറ്റ് ഗൈൽസ് ചർച്ചിൻ്റെ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ഈ സ്ട്രീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ വെയിൽസിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ കണ്ട പോലത്തെ ഒരു സ്ട്രക്ചറല്ല ഇവിടുത്തെ ബിൽഡിങ്ങിനൊക്കെ ഉള്ളത്. ഒരുപാട് പഴയതായിട്ടുള്ള ബിൽഡിങ്സാണ് ഇവിടെ ഉള്ളത്. ഇതാണ് സെൻറ്റ് ഗൈൽസ് ചർച്ച്. അപ്പോൾ ഇനി ഞങ്ങളിത് കഴിഞ്ഞിട്ട് ഇല്യൂഷൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനത് മറ്റൊരു വ്ളോഗായിട്ടിടാം, കാരണം അത് ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.